ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചായക്കടയിൽ കിട്ടുന്ന മടക്കുസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ഈ പലഹാരത്തിന് പറയുന്നത്. എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. മടക്കുസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദമാവ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരമായിട്ട് ഫുഡ് കളർ ഉണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് ചേർത്താലും മതിയാകും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുറച്ചുകൂടി കട്ടിയായിട്ട് കുഴച്ചെടുക്കണം. മാവ് ഇപ്പോൾ ഞാൻ കുറച്ചൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നെയ്യ്ക്ക് പകരമായിട്ട് ഓയിൽ ചേർത്താലും മതിയാകും. സൺഫ്ലവർ ഓയിലോ ഡാൽഡയോ ചേർത്ത് കുഴച്ചെടുത്താലും മതിയാകും. ഇനി ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വലിയ പാത്രത്തിലോ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ചൊന്ന് ഓയിലൊന്ന് പുരട്ടി വയ്ക്കാം. ഈ മാവൊന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് കുറച്ച് ഓയിൽ പുരട്ടി വയ്ക്കാം. അതിനുശേഷം അടച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 4-5 ബോൾസ് ആയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബോർഡോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് മാവിട്ട ശേഷം മൈദമാവിട്ട ശേഷം പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നന്നായിട്ട് പരത്തിയെടുക്കണം. ഒരുപാട് കട്ടിക്ക് പരത്തരുത്. ഒരു ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. മാവ് ഇപ്പോൾ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മടക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ ലെയറെല്ലാം കറക്റ്റ് വരാനായിട്ട് ഇതുപോലെ മാവും എണ്ണയും വെച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒരുപാടങ്ങ് നൈസായി പോകരുത്. കുറച്ചൊന്ന് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും പരത്തിയെടുക്കാം.
ഞാനിത് മറ്റൊരു രീതിയിലും കൂടെ ഒന്ന് മടക്കി കാണിക്കാം. അതിനായിട്ട് വേറൊരു ഉരുള ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. അതിലും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കാം. മൈദമാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് ആദ്യം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കാം. അതിന് മുകളിൽ നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കണം. വീണ്ടും മൈദമാവ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒന്നുടന്ന് മടക്കിയെടുക്കാം. വീണ്ടും ഓയിൽ പുരട്ടാം. മാവും ഇട്ട് കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് മടക്കാം. ഇത് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം മാറ്റി വെച്ച ശേഷം നേരത്തെ ചെയ്ത പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതും അതുപോലെ പരത്തിയെടുക്കാം. ഇതുപോലെ മുഴുവനും കുറേ എണ്ണം പരത്തി വെച്ച ശേഷം ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കുറേ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാനി തയ്യാറാക്കാം. പാനി ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു നൂൽ പരുവാകണം. കയ്യിൽ നന്നായിട്ട് ഒട്ടി വരുന്ന പരുവാകുന്നത് വരെ ഇത് തിളപ്പിക്കണം. കറക്റ്റ് പരുവായോ നോക്കാനായിട്ട് തവിയിലെടുത്ത ശേഷം ഒന്ന് തണുത്ത ശേഷം ഒന്ന് തൊട്ട് നോക്കാം. ആദ്യം നല്ല ചൂടായിരിക്കും. ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല ഒട്ടി വരണം. ഇതിപ്പോൾ ചെറുതായിട്ട് ഒട്ടുന്നുണ്ട്. എന്നാലും കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിലേക്ക് 2 ഏലക്കായും കൂടെ പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കണം, ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഓയിൽ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഈ മടക്ക് ഇടുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കണം. എന്നാൽ ഇട്ട് കഴിഞ്ഞ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉൾഭാഗം ഒന്നും വേകാതിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാവൂ. ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. കോരി മാറ്റാം. ഇനി ഇതിൽ നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം. പഞ്ചസാര പാനിക്ക് ചെറിയ ചൂടുണ്ടാവണം. നല്ലതായിട്ട് തണുത്ത് പോകരുത്. ചെറിയ ചൂടായിരിക്കുമ്പോൾ തന്നെ ഇതിട്ട് കൊടുക്കണം. ഇട്ട ശേഷം ഉടനെ തന്നെ കോരി മാറ്റണം. ഒരുപാട് സമയം പഞ്ചസാര പാനിയിൽ ഇട്ടേക്കരുത്. പെട്ടെന്ന് തന്നെ അത് കോരി മാറ്റാം.
പഞ്ചസാര പാനി തണുത്ത് പോവുകയാണെങ്കിൽ കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചൊന്ന് ചൂടാക്കിയാലും മതി. ഇതുപോലെ ബാക്കിയുള്ള ഫ്രൈ ചെയ്തതെല്ലാം പഞ്ചസാര പാനിയിലിട്ട് കോരിയെടുക്കാം. പെട്ടെന്ന് കോരിയെടുക്കണം. ആദ്യം ഒന്ന് ഒട്ടുന്ന പോലെ തോന്നും പലഹാരത്തിൽ. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര അതിലങ്ങ് കട്ടിയായിട്ട് വരും. ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഉണ്ടാക്കാൻ വളരെ വലിയ പാടൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ ഞാൻ പഞ്ചസാര പാനിയിലിട്ട് എടുത്തതാണിത്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കണ്ടോ, ലെയറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ട്. ഒന്ന് ഒടിച്ച് കാണിക്കാം. നല്ല ക്രിസ്പി ആയിട്ട് ഒടിഞ്ഞു വരുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.